താരസംഘടനയായ അമ്മയിൽ കൂട്ടയടി. മുമ്പ് പുരുഷന്മാരായിരുന്നു താരസംഘടനയിൽ, ഇപ്പം സ്ത്രീകളെ നിയമിച്ചു. അന്ന് പുരുഷന്മാരായിരുന്ന സമയത്ത് തന്നെ സ്ത്രീകളെ അതും ഇതും അതിനകത്തുള്ളവരെ പറയുകയും ഒരുപാട് പരാതികൾ വന്നു. ഇതിനകത്തെ വിഷയം അൻസിബ ഹസൻ, അവർക്ക് അതിനകത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ ശ്വേതാ മേനോൻ്റെ അടുത്തും അതുപോലെ കുക്കു പരമേശ്വരൻ്റെ അടുത്തും ഒക്കെ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതിനകത്ത് പറഞ്ഞു. പ്രധാന നായകൻ അതിനകത്ത് ടിനി ടോമാണ്. ഇയാൾ ഈ സ്ത്രീകളെ അതിനകത്ത് അധിക്ഷേപിക്കുകയും ഒന്നിനും ചെല്ലാത്ത, ഇവൻ്റെ അടുത്തൊന്നും ഒന്നിനും ചെല്ലാത്ത പെൺകുട്ടിയായ അൻസിബയുടെ അടുത്തും അതുപോലെ നീന കുറുപ്പിൻ്റെ അടുത്തും ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുകയും നീന കുറുപ്പിനെ അടിക്കാനും പിന്നെ കയ്യേറ്റം ചെയ്യാൻ വരെ ടിനി ടോം ശ്രമിച്ചു. അതുപോലെ തന്നെ അൻസിബയെ മോശമായ രീതിക്കുള്ള വാക്കുകൾ പറയുകയും അൻസിബ അതിന് പ്രതികരിക്കുകയും ചെയ്തു. എന്നിട്ട് അൻസിബ അതിന് പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് എന്നിട്ട് കൂട്ടത്തോടെ എവരും നിന്നുകൊണ്ട് അൻസിബയുടെ പേരിൽ എവരും തിരിച്ചടിക്കുകയാണ് ചെയ്തത്. സ്ത്രീകൾക്ക് ശത്രു എന്ന് പറഞ്ഞ കണക്കിനാണ് ആയിപ്പോയത്. അൻസിബയെ അതിനകത്ത് അമ്മയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നീന കുറുപ്പ് തുറന്നു പറയുകയും അതിലൊന്നും അവിടെ വക വയ്ക്കാതെ ടിനി ടോം എന്ന് പറയുന്ന അയാളെ കൊണ്ട് അഭിനയിക്കാനും അറിഞ്ഞൂടാ, ഒന്നിനും അറിഞ്ഞൂടാ. എന്നിട്ടും പറയണം ഞാൻ അഭിനയിക്കുന്നു, കോമഡിയിലുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നത് അമ്മ അസോസിയേഷന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ടിനി. ഇത്ര നാളുകൊണ്ടും അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് ഈ പറയുന്നത് പ്രിയങ്ക, ഈ സാധനം, ഈ അമ്മായി സ്ത്രീ വിരോധി. പുരുഷന്മാർ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അവർക്ക് കൂട്ടു നിൽക്കുന്ന ഒരു അമ്മായിയാണ് പ്രിയങ്ക അമ്മായി. ടിനി ടോമിന് വേണ്ടി വാദിക്കുകയാണ്, നീ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി, അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടത് തന്നെ. അങ്ങനെ ഒരു ന്യൂസിന്റെ അടിസ്ഥാനം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാർ. അൻസിബ ഹസൻ അതിനകത്ത് അൻസിബയ്ക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ അതിനകത്ത് പറയുകയും ശ്വേതാ മേനോൻ അതിന് ചെവിക്കൊള്ളാൻ പോയില്ല. ഒന്നും രണ്ടും ദിവസമല്ല, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൻസിബയെ മത തീവ്രവാദി എന്നും പലരെയും വെച്ചിട്ട് അവിഹിതക്കാരി എന്ന് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് ഈ ടിനി ടോം. അപ്പോൾ അത് അവിടെ അമ്മ സംഘടനയിൽ അൻസിബ പറയുകയും എന്നിട്ട് പ്രസിഡൻ്റായിരുന്ന ശ്വേതാ മേനോൻ ചെവിക്കൊണ്ടില്ല. ഇതാണ് അവിടെ നടന്നത്. അവിടെ ഉള്ളവരടുത്ത് പറഞ്ഞിട്ട് അവർ വക വെച്ചില്ല. അവിടെ പറഞ്ഞു ഒതുക്കാന്നുള്ള കാര്യമായിരുന്നു, പല ആവർത്തിച്ച്. എന്നിട്ട് പോലും അവിടെ ഒരു നടപടി എടുക്കാതെ ഇത് വീണ്ടും ഇയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. ടിനിയെ കുറിച്ച്, ടിനി എൻ്റെ ഒരു സഹപ്രവർത്തനാണ്, എൻ്റെ ഹസ്ബൻഡിന്റെയും കൂടെ സഹപ്രവർത്തനാണ്. ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നിന്നെ പോലെ ആവണമെന്നുണ്ടായെല്ലാരും, ഈ അമ്മായിയെ പോലെ ആവണമെന്നുണ്ടായെല്ലാരും. എവള് പറയണ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയണത്. ഈ സാധനങ്ങളെല്ലാം കൂട്ടി നിൽക്കുകയാണ്. മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം അമ്മ സംഘടനയിൽ കൂടുതലും അതിൽ പുരുഷന്മാരായിരുന്നു. മോഹൻലാൽ, പിന്നെ സിദ്ദീഖ്, ഇടവേള ബാബു, ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മുടെ അതിജീവിത. അതിനെയൊക്കെ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്വേതാ മേനോൻ ഈ അമ്മ സംഘടനയിലോട്ട് വന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ശ്വേതാ മേനോനെ അവരെ വോട്ട് ചെയ്ത് അതിൽ വിജയിപ്പിച്ച് പ്രസിഡന്റാക്കി വെച്ചിരിക്കുന്നത്. അന്ന് പല കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ഇവർ കണ്ടുമില്ല കേട്ടുമില്ല എന്നുള്ളൊരു മട്ടായി ഈ ശ്വേതാ മേനോന്. എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ആ പരാതി ചെവിക്കൊള്ളുകയോ ഒന്നും ചെയ്യൂല. അതിൻ്റെ പേരിൽ അവർക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഈ അൻസിബ റിസൈൻ ചെയ്യുകയും ചെയ്തു. അതുപോലെ നീന കുറുപ്പിനും ഒരുപാട് അനുഭവങ്ങൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. നീന കുറുപ്പ് ഇതുപോലെ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തതിൻ്റെ കാരണം ടിനി ടോം നീന കുറുപ്പിനെ മോശമായ രീതിക്ക് പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് ഈ ടിനി ടോം. അപ്പം ഈ സ്ത്രീകൾ, യവന്മാരെന്ത് പറഞ്ഞാലും സ്ത്രീകൾ കേട്ടോണ്ട് നിൽക്കണം. ഇതാണ് അവിടുത്തെ സംഘടന, അമ്മ സംഘടന. ഇത് ഒരു കണക്കിനില്ലാത്തതാണ് നല്ലത്. അങ്ങനെ വെച്ചും കൊണ്ട് കുറെ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഗത ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബ അല്ല ആരായാലും
അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട ആൾക്കാരുണ്ട്. തലമൂത്ത നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ തന്നെയാണ് അൻസിബ പറഞ്ഞത്. അൻസിബ പറഞ്ഞിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ നടന്ന്. ഇപ്പം ഇനി ബാക്കിയുള്ളവരെ പറയുന്നു. അയാൾ നിൽക്കണുണ്ട് കേട്ടോ. ഇനി ടോം ഒരു കള്ള ലക്ഷണത്തിൽ കള്ളൻ്റെ അണക്കങ്ങ് നിൽക്കുകയാണ്. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച് ഇതുപോലത്തെ മോശം വാർത്ത ശ്രദ്ധപ്പെടുത്തിയെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാനലിലേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാനും ഞങ്ങളൊക്കെ ചാനലിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ എല്ലാവരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഹാർഡ് ഡിസ്കിന്റെ കാര്യം. ഞങ്ങൾ ആരെങ്കിലും പിന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അമ്മയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. ആ സംഘടനയെ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തീർക്കണം. എന്തെങ്കിലും സംസാരം ഇവിടെ അന്ന് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ മറ്റേവര് ഇരുന്ന സമയത്തും ഇതുപോലെ പിന്നെ ഒരുപാട് അനുഭവങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിജീവിതയായ നടി വന്നിട്ടും കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അതിനും ഒരു ഇതും ഉണ്ടായില്ല. എന്തെല്ലാണ് അവർ പറഞ്ഞുണ്ടാക്കിയത്. അതുപോലെ അതിൽ പീഡന വീരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കുറേ എണ്ണം പീഡന വീരന്മാരായിരുന്നു അതിനകത്ത്. എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഇവിടെയുണ്ട് ആൾക്കാര്, ഇവിടെ സംസാരിക്കണം. ശ്വേതാൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കൂത്തിയായിട്ട് ഇരുത്തിയേക്കണല്ല, ഒരു പ്രസിഡന്റാണ്. ശ്വേതയോട് സംസാരിക്കണം. സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സംസാരിച്ചതിന് ശേഷമാണോ നിങ്ങള്? സംസാരിച്ചതിന് ശേഷം തന്നെ പറഞ്ഞിട്ട് ചെവിക്കൊള്ളാത്തത് കൊണ്ട് തന്നെ ആ കുട്ടി അതിന് നിയമപരമായിട്ട് പോവാന്ന് വിചാരിച്ചത്. എന്നിട്ട് തന്നെ അൻസിബ എത്രയോ മണിക്കൂർ ഈ സാധനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നും കൊണ്ട് ഗൂഢാലോചന നടത്തിയിട്ട് ഇവളെ പേരിലാണ് കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കണം. എന്നിട്ട് ആ ഹൻസിബ പറയുന്നുണ്ട് എത്രയോ മണിക്കൂർ, 3 മണിക്കൂറോളം ആ പോലീസ് സ്റ്റേഷനകത്ത് അവിടെ 3 മണിക്കൂറോളം അവിടെ ചെന്നിരുന്നു എന്ന്. എന്തൊരു ഗതികേട്. ഒരു നടപടി അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരില്ലേ? ശ്വേതാമേനോൻ അങ്ങനെ പറയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തട്ടെ. ഞങ്ങളൊക്കെ അംഗങ്ങളല്ലേ? ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്ന വാർത്ത. കുക്കു പരമേശ്വരനോടും പറഞ്ഞായിരുന്നു. അൻസിബ പറയുന്നുണ്ട് ഇവരെ 2 പേരെടുത്തും പറഞ്ഞു. എന്നിട്ട് അവര് മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിയേണ്ടത് നിങ്ങൾ പറയുമ്പോ ശരി, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാത്രം പറയുന്നതിന്റെ അർത്ഥം എന്തുണ്ട്? എന്നാ പിന്നെ ഇവരുടെ പേരെന്താ പറയാത്തത്? ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ത് വാർത്തയിൽ പറയാത്തത്? ഞങ്ങൾ കണ്ടില്ലല്ലോ ഒരു വാർത്തയിലും പറയണത്. ഇവിടെ കൊടുത്തിരുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ട വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. ടിനിയെ മാത്രമേ ഞാൻ പറയണ കേട്ടിട്ടുള്ളൂ. വേറെ ഇവിടെ അമ്മയിൽ കൊടുത്തിരുന്നൊന്നും ഇതുപോലെ പ്രശ്നം ഉണ്ടായതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ വ്യക്തിപരമായിട്ടൊരാളെ അങ്ങനെ കീറി മുറിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. കള്ളത്തരം കാണിച്ചവന് കൂട്ടു നിൽക്കണ അമ്മായി. ഞങ്ങളൊക്കെ അംഗങ്ങൾ ടിനിയുടെ കൂടെ തന്നെ ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ കൂട്ടിക്കഴിച്ച് അറിയാൻ പറ്റും. അമ്മയുടെ പരിപാടികളിൽ ഞാൻ സജീവമാണ്, പ്രവർത്തിക്കുന്നവനാണ്. ഇനി ഉയർന്നു കയറി പോകുമോ? ഞാൻ വീട്ടിൽ നിന്ന്, അതായത് യവനെ എല്ലാരും കൂടെ താഴെ തറക്കണം. അത് പിന്നെ എങ്ങനെ യവനെ പോലെ നിക്കണവർക്കല്ലേ സപ്പോർട്ട് കൂടുതൽ. സ്റ്റേജ് ഷോയും സിനിമയും ഈ കോമഡി പരിപാടിയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന കാശുകൊണ്ട് ഡീസൽ അടിച്ചിട്ടാണ് അമ്മയിൽ വന്ന് പ്രവർത്തനം നടത്തുന്നത്. സ്റ്റേജ് ഷോയും അഭിനയവും, അയ്യോ അഭിനയ മികവെന്നും പറയാതിരിക്കണേണ് നല്ലത്. അപ്പൊ എനിക്ക് ഇതിലൊരു സ്ഥാനം ആവശ്യമില്ല. കാരണം ഏത് സ്ഥാനത്തിരുന്നാലും നന്നായിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ചാരിറ്റബിൾ എന്റെ അമ്മമാരോടും അപ്പന്മാരോടുള്ള ഇവിടെയുള്ള സ്നേഹമുണ്ട്. അൻസിബ ഹസൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം അന്വേഷിച്ച് കണ്ടെത്തി തരട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ അമ്മയിലേക്ക് ഒഫീഷ്യലി പരാതി അയച്ചിട്ടുണ്ട്. ശ്വേതാമേനോൻ പറയുന്നത് ഇന്ന് ടെലിവിഷനിൽ ഈ കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് അൻസിബയുടെ ഒരു പരാതി വന്നതെന്നാണ്. അതെ, തീർച്ചയായും. എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തിട്ടില്ല? ഇങ്ങനെ അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ഒരു സംഘടനയിൽ 2 ഭാരവാഹികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ സംഘടനയിൽ ന്യായമായിട്ട് എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ വന്ന് പരിഹരിക്കുമെന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾ പറയുമോ പറയില്ലേ? നിങ്ങൾ തന്നെ ഉത്തരം പറ. അല്ലേ, നിങ്ങൾ പറയൂ. എന്താ നിങ്ങൾക്ക് ആർക്കും ഉത്തരവില്ലേ? അല്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾ, ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു പരാതി, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എനിക്കെതിരെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം പരാതി കൊടുത്തു. അത് നിങ്ങളിവിടെ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, അന്വേഷിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്.
അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടിട്ട് ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഇട്ടു, CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്നതിൻ്റെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങൾ തരണമെന്ന്. എനിക്കിത് റിപ്ലൈ വന്നത് അവിടെ CCTV വെച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ 2-3 ക്വസ്റ്റ്യൻസ് അയച്ചു. പരാതിക്കാരി എനിക്കെതിരെ പരാതി നൽകിയ ആളുടെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി വേണം. അത് മറ്റൊരു വ്യക്തിയുടെ. ഇതിപ്പോൾ സ്ത്രീകൾക്ക് ഒരു വിലയില്ലാത്ത രീതിക്കാണ് ടിനി ടോം കാണിക്കുന്നത്. അതുപോലെ പ്രിയങ്കയെ പോലെ തന്നെയാണ് ലക്ഷ്മി പ്രിയയും ഇതുപോലെ പ്രിയങ്കയുടെ അതേ ലെവലിൽ നിൽക്കണവളാണ്. അവളും വന്ന് പുരുഷന്മാർക്ക് വേണ്ടി, അതായത് തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി വാദിക്കാനായിട്ടാണ് ഈ 2 സ്ത്രീകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിന്നങ്ങ് പറയാണ് വായി തോന്നണത്. കാര്യമായതുകൊണ്ട് തരാൻ പറ്റൂല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൂഢാലോചന നടന്ന് എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹറാസ് ചെയ്യപ്പെട്ടു, ലിറ്ററലി. അതിന്റെ ട്രോമ മാറിയിട്ടില്ല എനിക്കിപ്പോഴും. ഇപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്, ഒരു കാര്യമില്ലാതെ. ഈ അൻസിബ ഹസൻ എന്ന് പറഞ്ഞാൽ അത് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഇത് ഈ ടിനി ടോം ഈ അൻസിബ ഹസൻ്റെ വാപ്പായ, അതായത് രണ്ടാനച്ഛനെ വെച്ചിട്ട് ഒരു അവിഹിത കഥകൾ പറഞ്ഞുണ്ടാക്കിയ ഒരാളാണ് ഈ ടിനി ടോം. അതുപോലെ നീനാക്കുറുപ്പിനെ അടിക്കാൻ വരെ, കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ച ഒരാളാണ്. അവന്മാരെ വീട്ടിലെ സ്വഭാവങ്ങളാണ് ഈ പെൺപിള്ളേരുടെ അടുത്ത് കാണിക്കുന്നത്. അത് ഞാൻ കമ്മിറ്റിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ എല്ലാ അഭിപ്രായത്തോടും യോജിച്ച് പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നതിൻ്റെ കൂടെ ഞാൻ നിൽക്കാറുമില്ല. എൻ്റെ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, മിനിറ്റ്സിൽ അത് എഴുതാറുണ്ട്. ചെയ്യാം. പക്ഷേ ഇതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിപ്പോ ടിനി ടോമിനെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങൾ അതിനെല്ലാം പുള്ളി വിശദമായിട്ട് നിഷേധിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ആശങ്കയുള്ള രീതിയിൽ എന്നെക്കാൾ ഇത്രയും അല്ല, ഈ ടിനി ടോമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, അൻസിബ ഹസനാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അൻസിബ ഹസന്റെ വളർച്ചയിൽ ടിനി ടോമിനും ബാക്കിയുള്ളവർക്കും അസൂയ, അതാണ് അതിന് കാരണം. ഈ ചെറുപ്രായത്തിൽ ഇവളാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോണ ഒരു പെൺകുട്ടിയാണ്. വർഷം മുമ്പ് വന്ന ഒരാളോട് എനിക്ക് എന്തിനാണ് ആശങ്ക? അദ്ദേഹം എന്നെക്കാൾ എത്രയോ സീനിയറാണ്. ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിൽ പ്രായം കൊണ്ടാണെങ്കിലും വർക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പറയുമ്പോൾ ഉള്ള ഫീലിങ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഒരു സാമൂഹിക കഴിഞ്ഞ അമ്മ സംഘടനയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അതിജീവിതയെ റോഡിലിട്ടിട്ട് അതിക്രൂരമായിട്ടുള്ള പീഡനം ഉണ്ടായിട്ട് പോലും അതിനൊരു നടപടി എടുക്കാതെ അവരെ പക്ഷം നിന്നുകൊണ്ട്, അങ്ങനെ കാണിച്ചവരുടെ പക്ഷം കൂട്ട് നിന്നുകൊണ്ട് കാണിച്ചതാണ് ഈ സാധനങ്ങൾ. അങ്ങനെ ഉള്ളിടത്തൊക്കെ ഇതെവിടെയാണ് നീതി? പെൺപിള്ളേർക്ക് നീതി കിട്ടുമോ? ഇല്ല. എങ്കിൽ ആ കുട്ടിക്ക് നീതി കിട്ടണമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ പറഞ്ഞത്? അദ്ദേഹം പല മെമ്പേഴ്സിനോടും ഒക്കെയാണ് പറഞ്ഞത്. അവരെല്ലാവരും സാക്ഷി പറയാൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അത് കേട്ടിട്ടുണ്ട്. ചേച്ചി എന്നോടത് പറഞ്ഞിട്ടുണ്ട്. നീന ചേച്ചി എന്നോടത് പറഞ്ഞു. ടിനിയോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും തോന്നുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി ഞാൻ രാജിവെച്ച സമയത്ത് ഞാൻ ഫെബ്രുവരി 21, അതായത് ഞങ്ങളുടെ അമ്മ കുടുംബസംഗമം കഴിഞ്ഞ് ഒരാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ രാജിവെച്ച ഡേറ്റ് ഫെബ്രുവരി 20. എനിക്ക് വയ്യ എന്നെ ടോളറേറ്റ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി 3 മണിക്കൂർ ഇരുന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ പോയിട്ട് ഇല്ല. അപ്പൊ ഞാൻ രാജി വെച്ചപ്പോൾ അതിലിട്ട് ചെറിയ നോട്ടാ, എനിക്ക് വ്യക്തിപരമായ കാരണങ്ങളും ജോലി തിരക്കും ഉള്ളതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. എനിക്ക് എത്ര ജോലി ഉണ്ടെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അൻസിബ സംസാരിക്കുന്ന കേട്ട അൻസിബ പറയുന്ന കാര്യങ്ങൾ അത് വ്യക്തമായ രീതിക്ക് തന്നെയാണ് പറയുന്നത്. മറ്റേ അയാൾക്ക് ടിനി ടോമിന് ഭയങ്കര അറപ്പുണ്ട് സംസാരത്തിൽ.
എന്ന് പറഞ്ഞാൽ ഒരു കള്ള ലക്ഷണമുണ്ട്. അതുപോലെ അവന് പിന്താങ്ങിയായിട്ട് നിൽക്കുന്ന മറ്റേ സ്ത്രീകൾ അത് 2-3 ഉണ്ട്. അത് ഈ കള്ളം ചെയ്യുന്നവരെ പക്ഷത്ത് നിൽക്കുന്ന അമ്മായിമാർ അവരൊക്കെയാണ് ഇയാളെ പക്ഷത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ മുമ്പ് നമ്മളെ ദിലീപ് ഏട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ളവരെ പക്ഷത്താണ് ഈ പ്രിയങ്കയും ലക്ഷ്മി പ്രിയയൊക്കെ നിൽക്കണത്. അതുപോലെ അൻസിബയുടെ കൂടെ നിൽക്കുന്നത് അൻസിബയെ ഇന്ന കാര്യങ്ങൾ ടിനി ടോം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീനാക്കുറുപ്പ് മാത്രം രംഗത്ത് വന്നിട്ടുണ്ട്. അത് എന്ത് അനുഭവങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവർ അനങ്ങൂല. ഇനി എന്താണ് നടക്കുന്നത് എന്ന് കണ്ടറിയാം.